ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ പിടിച്ചെടുത്ത SIT. ദേവസ്വം ബോർഡിൽ നിന്നാണ് രേഖകൾ പിടിച്ചെടുത്തത്. രേഖകൾ ഹാജരാക്കാൻ നേരത്തെ ബോർഡ് തയ്യാറായിരുന്നില്ല. ജനം ബിഗ് ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനനും ഗോകുൽ കെ രമേശും ചേരുന്നു. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, അങ്ങേറ്റം നിർണായകമായ ഒരു തെളിവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളാണ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള ന്യായീകരണങ്ങൾ പലവിധമായിരുന്നു. വിജയ് മല്യ പൊതിഞ്ഞത് സ്വർണമായിരുന്നോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ വരെ ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ബോധപൂർവം നീക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സ്വർണം പൊതിഞ്ഞതിന്റെ തന്നെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുക്കുമ്പോൾ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് നിർണായകമാകുന്നത്? ഇപ്പോഴും ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം പോയി എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണെങ്കിൽ ഏതാണ്ട് 2000 ഗ്രാമിലധികം വരുന്ന സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാടികളിലും ഒക്കെ ഉള്ളത്. പക്ഷേ ഈ സ്വർണം പോലും കൃത്യമായി ഇപ്പോൾ നമ്മൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് 576 ഗ്രാം സ്വർണം മാത്രമാണ്. അപ്പോൾ ബാക്കി സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. 390 ഗ്രാം സ്വർണം പൂശലിന് ഉപയോഗിച്ചു എന്നുള്ള കാര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ബാക്കി സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരങ്ങളില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ വിജിലൻസിന്റെ നേരത്തെയുള്ള പരിശോധനയിലും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലുമൊക്കെ ഈ കൊടുത്തുവിട്ട പാളികളുടെ എണ്ണത്തിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, സ്വർണം കൊടുത്തുവിട്ടത് ദ്വാരപാലക ശില്പങ്ങൾക്ക് അപ്പുറത്തേക്ക് കട്ടിളപ്പാളികളിൽ നിന്ന് കവർന്ന സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഈ ഒരു ആശയക്കുഴപ്പമുള്ളത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് 4 പാളികളാണെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ പറയുന്നു. പക്ഷേ SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഏതാണ്ട് 7 പാളികൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 3 പാളികൾ അധികമായി SITയുടെ കണ്ടെത്തലുണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണത്തിന്റെ അളവിൽ ഇനിയും കൂടുതൽ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നിർണായകമായിട്ടുള്ള പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്ന രേഖകൾ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITയോട് ദേവസ്വം ബോർഡ് എത്തരത്തിൽ സഹകരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെടുന്നതാണ്. എന്നാൽ SIT തന്നെ കോടതി അറിയിച്ചത് രേഖകൾ കൈമാറുന്നതിൽ ദേവസ്വം ബോർഡിന് ഒരു വിമുഖതയുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ കോടതി അറിയിച്ചതിന് പിന്നാലെ നേരത്തെ ഒരു തവണ ദേവസ്വം ആസ്ഥാനത്ത് SIT പരിശോധന നടത്തുകയും അവിടെ നിന്നും ഈ രേഖകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ദേവസ്വം ആസ്ഥാനത്ത് SIT സംഘം ഒരു റെയ്ഡ് നടത്തുകയും വിജയ് മല്യ 98-ൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖകൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കാരണം അന്വേഷണ സംഘം രണ്ടാമതും റെയ്ഡ് നടത്തി തന്നെ രേഖകൾ പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഈ പറയുന്ന രീതിയിലുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. അപ്പോഴും ഇനിയും നമുക്ക് വ്യക്തമാകേണ്ടത് ശബരിമലയിൽ നിന്നും കവർന്ന യഥാർത്ഥ സ്വർണത്തിന്റെ അളവാണ് എന്നുള്ളതാണ്. അത് ദേവസ്വം വിജിലൻസിലൊക്കെ പറയുന്നത് പോലെ, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ ഈ 2 കിലോയോളം വരുന്ന സ്വർണം മാത്രമാണ് ഉള്ളത്. 2069.19 ഗ്രാം സ്വർണം മാത്രമാണ് ഉള്ളത് എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരണമെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് ആധികാരിക രേഖയായി വിജയ് മല്യ 1998-ൽ സ്വർണം പതിഞ്ഞ രേഖകൾ മാത്രമാണുള്ളത്. അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി പരിശോധനകൾ നടത്തി ഈ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുന്ന നാളുകളിൽ എന്നുള്ളത് നമുക്ക് കരുതാം. രോഹിണി. ശരി പ്രജിത്ത്. ഗോകുൽ കെ രമേശ് കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, കടത്തിയ സ്വർണം എത്ര, മുക്കിയ സ്വർണം എത്ര എന്നുള്ളതിലൊക്കെ അവ്യക്തതകൾ നിലനിൽക്കുമ്പോൾ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അന്വേഷണത്തിൽ ഏറെ നിർണായകമായേക്കാവുന്ന രേഖകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് എത്താനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ രേഖകൾ ലഭ്യമായില്ലായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഈ പ്രതികൾക്ക് ഒരു പഴുതായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്വർണം അതായത് വിജയ് മല്യ പൂശിയിട്ടുള്ള സ്വർണത്തിൻ്റെ രേഖകൾ അത് ദേവസ്വം ആസ്ഥാനത്തെത്തി അല്ലെങ്കിൽ അവിടെ നിന്നും അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായത്. അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ട് ലഭിക്കുകയുണ്ടായത്. തുടർന്ന് ഈ രേഖകൾ അത് കൃത്യമായിട്ട് ആവശ്യമുണ്ട്, അല്ലാത്ത വണ്ണം ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ
ഇവർക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള സൂചന കൃത്യമായിട്ട് SIT നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്നും ഈ രേഖകൾ കണ്ടെടുക്കുവാനായിട്ട് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദേവസ്വം ആസ്ഥാനത്തെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നുമാണ് ഈ രേഖകൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 420 പേജുകളോളം അടങ്ങിയിട്ടുള്ള രേഖകളാണ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്വിറ്റ്സർലൻഡിൽ നിന്നും 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിൻ്റെ രേഖകളും ഇതിനോടനുബന്ധമായിട്ടുള്ളൊരു രേഖയാണ്. ആ രേഖ കൂടി ഈ സമയത്ത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ദേവസ്വം ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവസ്വം ആസ്ഥാനത്ത് ആ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആ പരിശോധനയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടാണ് ഈ രേഖകൾ ലഭിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ രേഖകൾ ഉടൻ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ബോർഡ് കൈമാറുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഥവാ ഈ രേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കാനുള്ള താക്കീത് കൃത്യമായിട്ട് ഈ SITയുടെ ഭാഗത്തു നിന്ന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഊർജിതമായിട്ട് തെരച്ചിൽ നടത്തുകയും ആ രേഖകൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ രേഖകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഈ പ്രതികൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പഴുതായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്തായാലും SITയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് രേഖകൾ കൈക്കൽ അല്ലെങ്കിൽ ലഭ്യമായതെന്നുള്ളത് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതെ, ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ SITയുടെ പക്കൽ നിർണായക രേഖകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്.